ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇതാ വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി സമാഗതമായി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. യേശു ജനിച്ചപ്പോൾ ദൂതന്മാർ പാടി. അതെ, ക്രിസ്മസ് സമാധാനത്തിന്റെ ആഘോഷമാണ്, പ്രത്യാശയുടെ പ്രതീകമാണ്. മറിയത്തിന് പ്രസവ സമയം എടുത്തപ്പോൾ യൗസേപ്പിതാവും മറിയവും കൂടി ജനനസംഖ്യ കണക്കെടുക്കാൻ സ്വന്തം പട്ടണമായ ബത്ലഹേമിലേക്ക് യാത്രയായി. അവിടെ എത്തിയപ്പോൾ മറിയത്തിന് പ്രസവ വേദന ആരംഭിച്ചു. ഓരോ നസറത്തിന്റെയും വാതിലുകൾ മുട്ടി, ആരും കതക് തുറന്നില്ല. അവസാനം ഉണ്ണീശോയ്ക്ക് പുൽത്തകിടിയിൽ ജന്മം നൽകി. പെട്ടെന്ന് രാജാക്കന്മാർ വന്ന് മീറയും കുന്തിരിക്കവും കാഴ്ചവെച്ചു. ആട്ടിടയന്മാർ വന്ന് കുമ്പിട്ട് ആരാധിച്ചു. അതുവരെ കന്നുകാലികളും ആടുകളും നിറഞ്ഞിരുന്ന കാലിത്തൊഴുത്ത് അവസാനം ഒരു കൊട്ടാരത്തിന് സമാനമായി മാറി. ഓരോ ക്രിസ്മസ് അടുക്കുമ്പോഴും ഹൃദയത്തിൽ വന്ന് ഈശോ നമ്മളോട് ചോദിക്കും, ഞാൻ നിന്റെ ഹൃദയത്തിൽ ജനിച്ചോട്ടെ. അപ്പോൾ നമ്മൾ പറയും, നമ്മുടെ പാപങ്ങൾ നിറഞ്ഞ ഹൃദയത്തിൽ അങ്ങേക്ക് സ്ഥാനമില്ല, വേണമെങ്കിൽ അങ്ങ് പുറത്തുനിന്ന് ഞങ്ങളുടെ കരോളും വെടിക്കെട്ടും ക്രിസ്മസ് ട്രീയും പുൽത്തൊട്ടിയും കണ്ട് പോയിക്കൊള്ളൂ. ഇത് മതിയോ നമുക്ക്? നമ്മുടെ ഹൃദയങ്ങളിൽ ഈശോയ്ക്ക് അവ വസിക്കാനായി നമുക്ക് മാറ്റിവെക്കാം. പിണക്കങ്ങളെ, പരിവേഗങ്ങളെ നമുക്ക് മാറ്റിവെക്കാം. പരസ്പരം സഹായിക്കാം, പരസ്പരം സ്നേഹിക്കാം. നമ്മളാൽ കഴിയുന്നത് നമ്മളാൽ ചെയ്യാം. ക്ഷമിക്കുന്ന തമ്പുരാന്റെ പാത പിൻചെല്ലാം. അങ്ങനെ നമ്മൾക്ക് ക്രിസ്മസ് നമുക്ക് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എന്റെ ക്രിസ്മസ് ദിന ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.